ഇത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. അതേപോലെ നല്ല ടേസ്റ്റിലും എളുപ്പത്തിലും നേന്ത്രപ്പഴം വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. ഇതിവിടെ വലിയ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതായിരിക്കണം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒന്ന് കഷ്ണങ്ങളാക്കി ഇടുകയാണ്. ഇത് 2 നേന്ത്രപ്പഴവും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വലിയ വലിയ കട്ടകളില്ലാതെ ഒന്ന് അരച്ചെടുക്കണേ. വേറെ വെള്ളമോ പാലോ ഒന്നും ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇതിൽ വലിയ വലിയ കട്ടകളൊന്നുമില്ല. ഇങ്ങനെ അരച്ചെടുക്കണേ. ഇനി ഇതിനകത്ത് ഉപ്പ് ചേർക്കുവാണേ. ഒരുപാട് ചേർക്കരുത്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരല്പം ചേർത്താൽ മതി. ഇനി ആദ്യമേ ഇതിൽ ചേർക്കുന്നത് 1 തവി റവയാണ്. റവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. റവ വറുത്തതോ വറുക്കാത്തതോ ആവാം. റവയൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 1/4 അല്ലെങ്കിൽ 1/2 തവി കൂടി റവ ചേർക്കുകയാണ്. കുറേശ്ശായിട്ട് തന്നെ ചേർത്തിളക്കണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നനവ് വന്ന കാരണം റവയൊന്ന് കുതിരും. അത് കുതിരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നേരത്തെ ഒന്ന് മൂടി വയ്ക്കാമേ. 10 മിനിറ്റിന് ശേഷം ഇത് കുറച്ചൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ. ഇനി ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തിരുമിയ തേങ്ങ ചേർക്കുകയാണ്. ഇനി 1 തവി ബ്രെഡിൻ്റെ പൊടിയും കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർക്കണം. ആദ്യമേ 1 തവി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി 1 തവിയുടെ ചേർക്കുവാണ് ബ്രെഡ് പൊടിയെ. ഈ ഒരളവിന് 2 തവി ടോട്ടൽ ചേർത്തിട്ടുണ്ട് ബ്രെഡ് പൊടിയെ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ മധുരം ഒന്ന് ചെക്ക് ചെയ്യണം. മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇത് ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഈ നേന്ത്രപ്പഴത്തിന് അല്പം ഒരു പുളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്താണ്. ഇനി ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഒരു 1/4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റും മണവും എല്ലാം മാറ്റിമറിക്കുന്നത് ഈ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. ഒരു 1/4 സ്പൂണോളം ചേർക്കണം. ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് ആ നേന്ത്രപ്പഴമായിട്ട് ചേരുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റുമാണ്. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഒരു 5-6 ബ്രെഡായിരുന്നു പൊടിച്ച് വെച്ചിരുന്നത്. അതിനകത്ത് 2 തവി മാവിന് വേണ്ടി എടുത്തായിരുന്നു. ബാലൻസ് പൊടി ഒരു പാത്രത്തിനകത്ത് നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് ഓരോ ഉരുളകളായിട്ടെടുത്ത് നല്ലവണ്ണം റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം സെൻറ്ററിൽ കുറച്ച് വലുതായിട്ട് തന്നെ ഹോൾ ഇടാൻ നോക്കണേ. നല്ലവണ്ണം ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിനകത്ത് നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കണേ. മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല. നല്ല കോട്ടായിക്കോളും. കോട്ട് ചെയ്തതിന് ശേഷവും നല്ലവണ്ണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണേ. ഇത്രയും മാവിനകത്ത് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതും കാണിച്ചു തരാം. അതുപോലെ തന്നെ 1-2 കാര്യം ശ്രദ്ധിക്കേണ്ടതും പറഞ്ഞു തരാമേ. ബ്രെഡ് പൊടിക്കകത്തും മുക്കിയതിന് ശേഷം വീണ്ടും നല്ലവണ്ണം ഒന്ന് ഷേപ്പ് പിടിച്ച് വെച്ചതിന് ശേഷം അടുക്കി വയ്ക്കുക. ഈ കുഴച്ചെടുത്ത മാവ് ചപ്പാത്തി പരുവത്തിനൊക്കെ കുറച്ചുകൂടി ലൂസായിരിക്കുമേ. എന്ന് പറഞ്ഞ് ഒരുപാട് ലൂസായി നമുക്ക് ഷേപ്പ് പിടിക്കാൻ പറ്റാത്ത രീതിയിലാവുകയും ചെയ്യരുത്. ഒരേ അളവിന് മാവെടുത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 8 എണ്ണം എനിക്ക് ഒരേ അളവിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടെ ഒരു കുഞ്ഞു ഒരെണ്ണം കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 9 എണ്ണം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരളവിൽ. ഇതെല്ലാം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. ഇനി ചൂട് കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കണമെന്ന് ആവശ്യമില്ല. പകുതി മുങ്ങി ഇരുന്നാൽ മതിയേ. അതിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് പെറുക്കിയിടുക. തീ അങ്ങ് തീരെ കുറഞ്ഞ തീയിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, അതായത് ഒരേ തീയിലിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നടുക്കിടുന്ന ഈ ഹോളുണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ വലുപ്പത്തിൽ, അതായത് വലുതാക്കി തന്നെ ഇടണം. അതിനിടയിലൊക്കെ എണ്ണ ഇങ്ങനെ കയറി എല്ലാ ഭാഗത്തും ഒരുപോലെ വേവ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനാണ്, നടുഭാഗം വെന്തിട്ടുണ്ടാകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ്
ഇതിലും കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കണം, കുറച്ചുകൂടെ ബ്രൗൺ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് മുരിച്ചെടുത്താലും മതിയേ. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണമാണ്. അതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് മസ്റ്റായിട്ട് ഒഴിച്ചിരിക്കണേ, സ്കിപ്പ് ചെയ്യല്ലേ പൈനാപ്പിൾ എസൻസ്. ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം പറഞ്ഞതിനകത്ത് ഈ സെൻറ്റർ ഹോൾ ഇടുമ്പോൾ കുറച്ച് വലുതായിട്ടിടുക. പിന്നെ മാവ് ഷേപ്പ് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ലൂസായി പോയെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾ റവ ചേർക്കരുത്, ബ്രെഡ് പൊടി മാത്രമേ ചേർക്കാവൂ. റവ ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും ഇത് കട്ടിയായി പോകുമേ, അതുകൊണ്ട് പറഞ്ഞാണേ. നിങ്ങളെടുക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ കുഴച്ചെടുക്കുന്നത് കുറച്ച് ലൂസോ ടൈറ്റോ ഒക്കെ ആയി പോകാം. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ പൊടി ഇടുമ്പോഴും ഓരോ തവിയായിട്ട് ഇട്ടുകൊണ്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാവിൻ്റെ പരുവം മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. എല്ലാം കൂടെ ഒന്നിച്ച് ഇടാതെ ഓരോന്നായിട്ട് ചെയ്യുക. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്നൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി മറക്കല്ലേ.